പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി GJ Gold and Diamonds. ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം. കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം. ഇത് GJ Gold and Diamondsന്റെ ഉറപ്പ്. GJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം അള്ളിക്കുളം റോഡ്, തൃശൂർ. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. 2 മാസമായി ഡോക്ടർ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സ നിർത്തിവച്ചിരിക്കുകയാണ്. മാറിപ്പോയ ഡോക്ടർക്ക് പകരം ഡോക്ടറെ നിയമിക്കാത്തത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായ സേവനം നൽകാൻ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകണമെന്നും അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും MP റഫീഖ് തങ്ങൾ അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പഴയകാലത്ത് ധർമാശുപത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു ആരോഗ്യ സെന്ററാണ് ഇത്. 3 മാസക്കാലമായിട്ട് ഇവിടെ ഉച്ചതിരിഞ്ഞ് OP ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ വേനൽക്കാലം മഴ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് തന്നെ OPയിൽ ആളുകളില്ല എന്ന് പറയുന്നതും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പരിശോധന ഇല്ല എന്ന് പറയുന്നതും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംവിധാനമാണ്. കാരണം 4 പഞ്ചായത്തുകൾ, എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂര് ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്ത്, വരൂർ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ആരോഗ്യപരമായ സംവിധാനത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഗവൺമെന്റ് വളരെയേറെ സംവിധാനം ഈ ഹോസ്പിറ്റലിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ഫണ്ടുകൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ഥലം MLA ഉൾപ്പെടെ അനുവദിച്ചിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ പണിയുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം OP നിർത്തലാക്കിയിട്ട് ഇന്ന് 3 മാസം തികയുന്ന ഒരു വേളയാണ്. അപ്പോൾ ആ സംവിധാനത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടനടി അതിന് വേണ്ട അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ OP റീസ്റ്റാർട്ടിങ് ചെയ്യുവാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ കൈക്കൊള്ളാത്ത പക്ഷം ജനകീയമായ സമരങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.